ഏതാണ്ട് 10-30 വർഷക്കാലം മുമ്പ് എസ്.എൻ. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് അദ്ദേഹം സംഘടനയെ കടന്നു വന്നതെന്നൊക്കെ നിങ്ങൾക്കൊക്കെ പലർക്കും അറിയാം, ചിലർക്ക് പുതിയ ആൾക്ക് അറിയാൻ വയ്യാത്തവരുണ്ടാവും. അതിനുശേഷം ആ കാലഘട്ടത്തിൽ മലബാർ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമ്മുടെ സംഘടനാ സംവിധാനം വളരെ വളരെ വീക്കായി കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു യൂണിയന്റെ ഭാരവാഹിയായി വരാനോ അല്ലെങ്കിൽ ഒരു ശാഖായോഗത്തിന്റെ ഭാരവാഹിയായി വരാനോ പോലും ആരും തയ്യാറാകാത്ത ഒരു കാലഘട്ടം. അന്നാണ് യഥാർത്ഥത്തിൽ ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ SDP ജനറൽ സെക്രട്ടറിയോടൊപ്പം പ്രവർത്തിക്കാമെന്ന ആളാണ് ഈ പറയുന്ന ടിവേഡ് എന്ന് പറയുന്നത്. ടിവേഡിനൊക്കെ ഏതാണ്ട് 10-32 വർഷക്കാലമായി വ്യക്തിപരമായി എൻ്റെ കുടുംബപരമായും ഞങ്ങളൊക്കെ വളരെ അടുത്ത് പെരുമാറിയിരുന്ന ആളുകളാണ്. എല്ലാ കാര്യങ്ങളിലും ഞാനുമായി വളരെ അടുത്ത ബന്ധം കീപ്പ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളെടുത്ത് ചെറുതായി പരിശോധിച്ചാൽ നിങ്ങൾ ഇന്ന് മലബാറിലെ തന്നെ യൂണിയനുകളെ ഏറ്റവും നല്ല ഒരു യൂണിയനാക്കി ഈ യൂണിയനെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി. നമുക്കറിയാം, ഇത്രയും നല്ല ഒരു ഓഫീസ് എനിക്ക് തോന്നുന്നില്ല ഈ ജില്ലയിൽ മറ്റ് ഒരു സ്ഥലത്തും ഉണ്ടെന്ന്. അത് വളരെ ഭംഗിയായി ഇത് നിർമ്മിക്കുകയും അതിന് ഉദ്ഘാടനത്തിൽ ഉൾപ്പെടെ ഞാനും വന്നിരുന്നതാണ്. ഇപ്പം പോലും ഞാൻ കയറിയപ്പോൾ ചുമ്മാ നോക്കിയപ്പോൾ ടുസോണിൻ്റെ, അതായത് ഇവിടുത്തെ ടുസോൺ ഗ്രൂപ്പിൻ്റെ ലിഫ്റ്റാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു ലിഫ്റ്റാണ് അവിടെ വെച്ചത്. അത്ര ദീർഘവീക്ഷണത്തിലൂടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുകയും നമ്മൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഒരുപാട് വലിയ വളർച്ച അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നേടിത്തരുവാൻ കഴിഞ്ഞത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുപോലെ എസ്.എൻ. ട്രസ്റ്റിന്റെ സ്ഥാപനങ്ങളിലാണെങ്കിലും അത് നിയന്ത്രിക്കുന്നതിനും അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൊക്കെ എന്നും വളരെ സജീവമായി SNDP യോഗത്തോടൊപ്പം എസ്.എൻ. ട്രസ്റ്റിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച, പ്രത്യേകിച്ച് മലബാറിൽ മറ്റുള്ള യൂണിയനുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ പ്രവർത്തിച്ച ഒരു മാന്യദേഹമാണ് രവിചേട്ടൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കും ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് ഇവിടെ വരെ ഈ യൂണിയൻ എത്തിയെങ്കിൽ അതിന്റെ 100% ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കും ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. നമുക്കിനിയും മുമ്പോട്ട് പോകേണ്ട ഒരു സമയമാണ്. അദ്ദേഹം തുടങ്ങി വെച്ച, അദ്ദേഹം ഇതുവരെ കൊണ്ട് എത്തിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് മുമ്പോട്ട് ഇതിനേക്കാൾ ഭംഗിയായി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിന് ശാഖായോഗത്തിന്റെയും വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും എല്ലാം ആ വലിയ കൂട്ടായ്മ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെയധികം അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മൾ പെട്ടെന്ന് ഒരിക്കലും രവിയേണ്ടത് ഈ അസുഖം ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് അത് ഈ അസുഖം അദ്ദേഹത്തിന് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞങ്ങളെല്ലാം ചെന്ന് പിടിച്ചെഴുന്നേപ്പിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞ് എനിക്ക് അരേക്കൻ സന്തോഷം സംസാരിച്ചോട്ടെ, എനിക്ക് തിരിച്ച് മലബാറിലേക്ക് തന്നെ വരണം, ട്രീറ്റ്മെന്റ് അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറ്റില്ല, ഇങ്ങോട്ട് തന്നെ വരണം എന്ന് നിർബന്ധം പിടിച്ച് അന്ന് പിന്നെ തിരിച്ച് പോരുകയാണുണ്ടായത്. അതിനുശേഷം സ്ഥിരമായി കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ടെലിഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം എപ്പോഴും അറിയാലോ, സ്വഭാവം ഒരിക്കലും തുറന്നു പറയത്തില്ല. ഈ യഥാർത്ഥത്തിൽ ഈ അസുഖം എൻ്റെ അച്ഛനും ഉണ്ടായിട്ടുള്ളതാണ്. എൻ്റെ 15 വർഷക്കാലം മുമ്പ് ഇത് ചികിത്സിച്ചു, ആ സമയത്ത് തന്നെ കണ്ടുപിടിച്ചു, ചികിത്സിച്ചു, അത് മാറുകയുണ്ടായി. അതുപോലെ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങളിൽ ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ ചില പുള്ളിയുടെ കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ പറയാനോ ഒക്കെ മടിക്കുന്നതുകൊണ്ടാകാം അതിന് പുള്ളി തയ്യാറായില്ല. അതാണ് ഇതിന് ഏറ്റവും വലിയ അപകടം ഉണ്ടായത്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ചില കാര്യങ്ങളുള്ള പിടിവാശികൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം അങ്ങനെ തുറന്നൊന്നും പറയാത്തൊരു സ്വഭാവക്കാരനാണ്. എന്തുണ്ടെങ്കിലും സ്വന്തമായി ഒതുക്കി വയ്ക്കുകയും ചെയ്യുകയും, ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ സമയത്ത് വീട്ടിൽ പോലും കയറി തല്ലുവാനും വണ്ടി പിടിച്ച് വിളിക്കുവാനുള്ള ഒരുപാട് വശങ്ങൾ നിങ്ങൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ അതൊക്കെ സമുദായത്തിന് വേണ്ടി മാത്രമല്ല, ഒരിക്കലും അതിന് റിയാക്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിന് തിരിച്ചെന്തെങ്കിലുമെന്നോ ഒന്നും അദ്ദേഹം നിന്നിട്ടില്ല. പക്ഷെ എന്നും നമ്മുടെ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിന്ന നമ്മുടെ ഈ പ്രദേശത്തിന്റെ മുഴുവൻ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ എനിക്ക് തോന്നുന്നില്ല ഈ ജില്ലയിലോ അല്ലെങ്കിൽ അടുത്തുള്ള മലബാറിലുള്ള മറ്റുള്ള ജില്ലയിലൊന്നും തന്നെ ഇത്രയും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയ വേറൊരു യൂണിയൻ ഉണ്ടാകില്ല. ആ തരത്തിലുള്ള മുഴുവൻ പ്രവർത്തനം നടത്തി അദ്ദേഹത്തിന്റെ ആത്മാവ് നിശാന്തി വേണ്ടി നമ്മളെല്ലാം ഒറ്റക്കെട്ടായി എന്ന് പ്രാർത്ഥിക്കുന്നതിനൊപ്പം നമുക്ക് ഇത് തുടങ്ങിയത് അല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങി വെച്ചത് കൊണ്ടുപോകേണ്ടതും അദ്ദേഹത്തിന്റെ മകനും നമ്മളോട് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. അദ്ദേഹം തുടങ്ങിയ കാര്യങ്ങൾ ഇദ്ദേഹത്തെ കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നാളുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി വരുവാൻ നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുകൂടെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം അദ്ദേഹത്തിന് നിങ്ങളെ ഓരോരുത്തരെയും അറിയുവാനും കൂടുതൽ അച്ഛനുമായിട്ട് അടുപ്പം കൊണ്ടുകൊണ്ടായിരുന്നു ഓരോരുത്തരും എന്താ ഏതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആളാണ്. അപ്പൊ നമ്മളിതൊക്കെ എല്ലാവരെയും പുതിയ തലമുറയിലുള്ള ആളുകളെ, നിങ്ങളുടെയൊക്കെ മക്കളെ ദയവായി നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന വലിയ അബദ്ധമുണ്ട്. നമ്മുടെ മക്കളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഒരിക്കലും ചെയ്യരുത്. വരാൻ വേണ്ടി പോകുന്ന തലമുറ, നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഓരോരുത്തരും നമ്മുടെ മക്കളെ കൂടുതൽ ഇതിനകത്തേക്ക് പ്രവർത്തിക്കാൻ, വനിതാ സംഘമാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാം. കാര്യം നമ്മളല്ലാതെ മറ്റാരിനകത്ത് വരാനില്ല. ഈ പറയുന്ന മറ്റു സമുദായത്തിലുള്ളവരോ വേറൊരാളുകൾ ആരും ഇതിനകത്ത് വരില്ല. നമ്മുടെ മക്കളോ നമ്മുടെ കൊച്ചുമക്കളോ ഒക്കെ ഉള്ളൂ ഈ സംഘടനയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ വീടുകളിലുള്ള കുട്ടികളെല്ലാം പരിപൂർണമായി, ചെറുപ്പക്കാരെ കൂടുതൽ
SNDP യോഗത്തിൽ അടുപ്പിക്കുവാൻ നമ്മൾ രവിയേട്ടന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ അപേക്ഷിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആത്മാവിന് വിശ്രാന്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും, പ്രത്യേകിച്ച് ഗുരുവിന്റെ വലിയ അനുഗ്രഹവും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ പ്രവർത്തനം കൊണ്ട് തീർച്ചയായും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.